സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തീക്ഷ്ണമായി പ്രാർത്ഥിക്കാനുള്ള പരിശുദ്ധ അമ്മയുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഇന്നലെ ആരാധനയിലും പ്രാർത്ഥിച്ചു അല്ലേ? നമ്മുടെ ജീവിതം ദൈവ ആരാധനയ്ക്കായിട്ട് മാറ്റപ്പെട്ടതാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അതങ്ങനെയാണ്. സ്നേഹമുള്ളത് കൊണ്ടല്ലേ പരിശുദ്ധ അമ്മ നമ്മളോട് ഇത്രയൊക്കെ സംസാരിക്കുന്നത്. ഈശോ അമ്മയെ അനുവദിച്ചത്. നമ്മൾ എന്നിട്ട് തള്ളിക്കളഞ്ഞ് ജീവിക്കരുതല്ലോ. നമുക്ക് എളിമയോടെ ജീവിക്കാം, എളിമയോടെ പ്രാർത്ഥിക്കാം. കുറവുകളുള്ളവരാണ് നമ്മൾ. മനുഷ്യരായ നമുക്ക് കുറവുകളുണ്ട്. എങ്കിലും ആ കുറവുകളെല്ലാം മാറ്റി നമ്മെ നിറവുള്ളവരാക്കാൻ ഈശോയ്ക്ക് സാധിക്കും. കൃപാവരം കൊണ്ടല്ലാതെ ക്രൂരതയുടെ മുഖത്തടിക്കാൻ പറ്റില്ലെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നില്ലേ ആദ്യ സന്ദേശത്തിൽ? ആ കൃപ നമുക്ക് സ്വീകരിക്കാം. നമുക്ക് അമ്മയോട് പറയാമേ, ഞങ്ങൾ പൂർണ്ണമായി അമ്മയുടേതാണ്. ഞങ്ങളെ അമ്മ പൂർണ്ണമായി ഈശോയുടേതാക്കി മാറ്റണമേ. ആമേൻ. പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശത്തിൻ്റെ തുടർച്ചയായിട്ട് അമ്മ പറയുകയാണ്, മക്കളെ, ഏറ്റവും വലിയ പാപി ഏറ്റവും അധികം കരുണയ്ക്ക് യോഗ്യനാണെന്നറിയുക. അളവില്ലാത്ത വിധം തന്നെ തന്നെ മനുഷ്യർക്ക് കൊടുക്കുന്നതിൽ എൻ്റെ ദിവ്യസുതൻ സന്തോഷിക്കുന്നു. ഏറ്റവും വലിയ പാപി ഏറ്റവും അധികം കരുണയ്ക്ക് അർഹനാണ്. അത് നമുക്ക് ആശ്വാസം നൽകുന്നൊരു സന്ദേശമാണ്. നമ്മൾ എത്ര വലിയ പാപിയാകട്ടെ കരുണയ്ക്ക് അർഹരാണ്. ആ അർഹരാണ് നമ്മൾ. നമുക്കതിനുള്ള എലിജിബിലിറ്റി ഉണ്ട്. ഇനി നമ്മൾ ആ അർഹത നമ്മൾ കാണിച്ചു കൊടുക്കണം. ആർക്ക്? നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കുറേ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് പോകുമല്ലേ? നമ്മൾ പഠിച്ച ഡിഗ്രികളുടെയും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് പോകും. ആ സർട്ടിഫിക്കറ്റ്സൊക്കെ ഒരു അടയാളമാണ്, എനിക്കിതൊക്കെ അറിയാമെന്ന്. എന്നാൽ ആ അടയാളം മാത്രം കാണിച്ചു കൊടുത്തതുകൊണ്ട് നമുക്കൊരു ജോലി കിട്ടണമെന്നില്ല. നമുക്ക് ദൈവാനുഗ്രഹം വേണം. ദൈവം അനുവദിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായിരിക്കണം ആ ജോലി. അങ്ങനെ ദൈവം നമ്മുടെ മുൻപിൽ വെച്ച് നീട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ദൈവത്തിൻ്റെ അളവില്ലാത്ത കരുണ. അത് നമുക്ക് അർഹതയുള്ളതാണ്. ആ സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മളിന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ അമ്മ പറയാം, മോളെ, മോനെ, നീ വലിയ പാപിയാണോ? സാരമില്ല, സാരമില്ല, നീ ഏറ്റവും വലിയ കരുണയ്ക്ക് അർഹനാണ് എന്ന് പറയുമ്പോൾ പാപം ചെയ്താൽ കരുണ കിട്ടുമെന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും പാപം ചെയ്യണമെന്നാണോ? അല്ല. ഇപ്പോൾ നിനക്ക് ഈ ദൈവദൂത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷത്തിൽ നീ നടന്ന വഴികളെ മറന്ന്, പാപത്തിൻ്റെ വഴികളെ മറന്ന്, ആ കരുണയുടെ സർട്ടിഫിക്കറ്റ് നിനക്ക് അവകാശപ്പെട്ടതാണ്. അത് നിനക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ദൈവ കരുണയുടെ തിരുമുൻപിൽ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുൻപിൽ നീ ആയിരിക്കണം. നിനക്കതിന് യോഗ്യതയുണ്ടെന്ന് അമ്മ ഓർമ്മിപ്പിച്ചു. ഇനി ചെയ്യേണ്ടത് ആ കരുണ സ്വീകരിക്കുക. ആ കരുണ സ്വീകരിക്കാനായിട്ട് നിന്നെ തടസ്സപ്പെടുത്തുന്നത് എന്താണോ ആ സാഹചര്യത്തിൽ നിന്ന്, ആ അവസ്ഥയിൽ നിന്ന്, ആ പാപത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന് സാഹചര്യത്തോടെ തന്നെ മാറുക. അതാ പരിശുദ്ധ അമ്മ പറയുന്നത്. അളവില്ലാത്ത വിധം തന്നെ തന്നെ മനുഷ്യർക്ക് കൊടുക്കുന്നതിൽ എൻ്റെ ദിവ്യസുതൻ സന്തോഷിക്കുന്നു. നിങ്ങൾക്കായി മാത്രമാണ് മരിച്ചു പോകാത്ത, നാശമടയാത്ത നിത്യജീവൻ നൽകാൻ അവൻ മനുഷ്യനായി അവതരിച്ചതും പീഡകൾ സഹിച്ചതും എല്ലാം മറക്കരുത് മക്കളെ, മറക്കരുത്. അമ്മ വീണ്ടും 2 പ്രാവശ്യം ആവർത്തിച്ചു പറയുമ്പോൾ അതിന് വലിയൊരു അർത്ഥമുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടില്ലേ, ഇൻവെർട്ടഡ് കോമ ഇട്ടിട്ട് ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ അതിന് ഭയങ്കര ഒരു അർത്ഥമുണ്ട്, ഒരു പവറുണ്ട്. എസ്സേ ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ഇൻവെർട്ടഡ് കോമ ഇട്ടിട്ട് എഴുതാറില്ലേ? വചനം എഴുതുമ്പോൾ നമ്മൾ ഇൻവെർട്ടഡ് കോമ ഇട്ടിട്ടല്ലേ? യേശു പറഞ്ഞു, സത്യമായി ഞാൻ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ 2 ഇൻവെർട്ടഡ് കോമ ഇടും. അതുപോലെ അമ്മ പറയുന്നേ, നിങ്ങൾക്കായി മാത്രമാണ് മരിച്ചു പോകാത്ത, നാശമടയാത്ത നിത്യജീവൻ നൽകാൻ. എന്തിനാ ഈശോ മനുഷ്യനായി അവതരിച്ചത്, പീഡകൾ സഹിച്ചത്? നിങ്ങൾക്കായിട്ട് നിത്യജീവൻ നൽകാൻ.
അതിനായിട്ട് മാത്രമാണ് അതൊക്കെ സഹിച്ചത്, എല്ലാം സഹിച്ചത്. മറക്കരുത്, മക്കളെ മറക്കരുത്. വീണ്ടും വീണ്ടും പറയുമ്പോൾ ഇൻവെർട്ടഡ് കോമയാണ്, മറക്കരുത്, ഓർക്കണം. മറക്കരുത്, ഓർക്കണം. പിശാചിത് മറപ്പിക്കും നമ്മളെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതൊക്കെ മറക്കും. ഈ സന്ദേശങ്ങളുടെ പങ്കുവെക്കലൊക്കെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ TV-യിലൂടെയുള്ളത് നിലയ്ക്കും എന്ന് കരുതി കേട്ടതൊന്നും മറക്കരുത്. ഇത് അമ്മയുടെ ഓർമ്മപ്പെടുത്തലാണ്. മറക്കരുത് മക്കളെ, മറക്കരുത്. ഓരോരുത്തരും ചിന്തിക്കും ഓരോ ദിവസത്തിലും, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എന്നെ രക്ഷിക്കാനാണല്ലോ ഈശോ മനുഷ്യനായിട്ട് ലോകത്ത് വന്ന് ഇത് പാടുപീഡകളെ സഹിച്ചു മരിച്ച് ഉത്ഥാനം ചെയ്ത്. ഒന്ന് ഓർത്തേ. അത് ഓർക്കുമ്പോൾ നിനക്ക് പാപം ചെയ്യാൻ പറ്റില്ല. അമ്മ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. ആ പ്രാർത്ഥന ഞാനിവിടെ ചൊല്ലിത്തരുമ്പോൾ എല്ലാവരും ചൊല്ലണേ. ഇത് 2 പ്രാവശ്യം ആവർത്തിക്കാനുള്ള സമയം നമുക്കില്ല. ഇതാണ് ആ പ്രാർത്ഥന. പിതാവേ, താളം തെറ്റിയ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവിടുത്തെ കരം നീട്ടി ഞങ്ങളെ ഉയർത്താൻ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളെ വഴിതെറ്റിക്കുന്നവനും കാർന്നു തിന്നാൻ കാത്തിരിക്കുന്നവനുമായ ഘോര സർപ്പത്തിൽ നിന്നും തിരുരക്ത സംരക്ഷണം നൽകി ഞങ്ങളെ രക്ഷിക്കണമേ. അവിടുത്തെ ഉടമ്പടി പേടകത്തിൻ്റെ മഹത്വം ദർശിക്കാൻ ഞങ്ങൾ ദാഹിക്കുന്നു. യോഗ്യതയേകണേ, ദൈവാരൂപയിൽ നിറയ്ക്കണേ. ആമേൻ. ഇത് ചെറിയ പ്രാർത്ഥന, പക്ഷെ എല്ലാം ഉണ്ട്. ഈ പ്രാർത്ഥന നമ്മൾ പഠിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് കേട്ടോ. വീണ്ടും പരിശുദ്ധ അമ്മ 2000 മാർച്ച് 23 സന്ദേശം നൽകി. മക്കളെ, മനുഷ്യനായി അവതരിച്ച ദൈവവചനത്തിൻ്റെ അമ്മയാണ് ഞാൻ. പിതാവായ ദൈവത്തിൻ്റെ കർമ്മ പദ്ധതിക്ക് അതേ എന്ന് പ്രത്യുത്തരിച്ച് സമർപ്പണം നടത്തിയപ്പോൾ ആ പിതാവ് എത്രമാത്രം സന്തോഷിച്ചു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? മനുഷ്യനായി അവതരിച്ച ദൈവവചനത്തിൻ്റെ അമ്മയാണ് ഞാൻ. എത്ര സന്തോഷത്തോടെ അമ്മ പറയുന്നേ, ആ വചനം യേശുവാണ്, യേശുവിൻ്റെ അമ്മയാണ് ഞാൻ. അമ്മ ദൈവിക പദ്ധതിക്ക്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, കർമ്മ പദ്ധതി, അതിന് അതേ എന്ന് പ്രത്യുത്തരിച്ച്, ആമേ എന്ന് പ്രത്യുത്തരിച്ച് സമർപ്പണം നടത്തിയപ്പോൾ ആ പിതാവ് എന്തുമാത്രം സന്തോഷിച്ചു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? സമ്പൂർണ്ണ കന്യാവ്രതത്തിലും ലോക അരൂപിയിൽ നിന്നുള്ള അജ്ഞാതാവസ്ഥയിലും ജീവിച്ച് സുദീർഘവും നിശബ്ദവുമായ ഒരു തയ്യാറെടുപ്പിൻ്റെ കാലങ്ങളായിരുന്നു എൻ്റെ ബാല്യകാലം. പിതാവിൻ്റെ തിരുഹിത പൂർത്തീകരണ സമയമായപ്പോൾ അവിടുന്ന് എളിയവളായ നിങ്ങളുടെ ഈ അമ്മയെ തിരഞ്ഞെടുക്കുവാനും കാരണമിതാണ്. അമ്മയുടെ ബാല്യകാലത്തെക്കുറിച്ച് ഇതിനു മുൻപും അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അമ്മ പറഞ്ഞു, സമ്പൂർണ്ണ കന്യാവ്രതം. ബാല്യകാലത്തിൽ കന്യാവ്രതം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതായത് അശുദ്ധമായ ഒരു കാര്യം, വിശുദ്ധിക്കെതിരായ ഒരു കാര്യം, ശരീരമാകുന്ന ആലയത്തെ നശിപ്പിക്കുന്ന ഒന്നും അമ്മ ചെയ്തിട്ടില്ല. ലോക അരൂപിയിൽ നിന്നുള്ള അജ്ഞാതാവസ്ഥ, അങ്ങനെ ജീവിച്ചിട്ട് ദീർഘമായ നിശബ്ദത, അതാണ് അമ്മയുടെ പുണ്യപൂർണതയുടെ വലിയൊരു ഘടകം. നമ്മളാണെങ്കിൽ ഇങ്ങനെ വായിട്ട് അടിച്ചുകൊണ്ടേയിരിക്കും, നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ? അമ്മ പറയാ, ദീർഘമായ നിശബ്ദതയായിരുന്നു. അതാണ് അമ്മയുടെ പ്രാർത്ഥന. അമ്മ ദൈവത്തെ ആരാധിച്ച് ആരാധനയായി മാറിയ അമ്മയാണ്. പ്രാർത്ഥിച്ച് പ്രാർത്ഥനയായി തീർന്ന അമ്മയാണ്. ബാല്യകാലം മുതലേ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും ശരിക്ക് പങ്കെടുക്കുന്നില്ല. ഒരു 3 വയസ്സ് മുതൽ പരിശുദ്ധ അമ്മ അനുവർത്തിച്ചതാണ് ഈ പറഞ്ഞു തരുന്നത്. എൻ്റെ മാതാപിതാക്കളൊക്കെ 3 വയസ്സായ മുട്ടുകുത്തി സമ്പൂർണ്ണ ജപമാല പ്രാർത്ഥിക്കാനായിട്ട് ശീലിപ്പിച്ചതാ. അത് പണ്ട് അങ്ങനെ ഒരു വലിയൊരു സ്ട്രിക്റ്റായിട്ടൊക്കെ പഠിപ്പിച്ചു പോന്നു. അതുകൊണ്ട് കൂടിയൊക്കെയാണ് നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. ഇന്നത്തെ കുഞ്ഞുങ്ങളെ തല്ലാൻ പാടില്ല, തല്ലി പ്രാർത്ഥിപ്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഭയങ്കര സ്വാതന്ത്ര്യമാണ് കുട്ടികൾക്ക്. സ്വാതന്ത്ര്യം വേണ്ട എന്നുമല്ല പറയുന്നത്. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ മാതാവ് എങ്ങനെയായിരുന്നു എന്ന് അമ്മ പറയാ.
സുദീർഘമായ നിശബ്ദത. ഇന്ന് എവിടെയാ നിശബ്ദത? കുടുംബത്തിലില്ല, ലോകത്തിലില്ല, എവിടെയും ശബ്ദ കോലാഹലങ്ങളല്ലേ. നിശബ്ദതയിൽ ദൈവസ്വരം ശ്രവിക്കാൻ എളുപ്പമാണ്. സുദീർഘമായ നിശബ്ദത. ഒന്ന് പറഞ്ഞ രണ്ട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെറിയവനായി പോകുന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അവൾ എന്നെ അങ്ങനെ പറഞ്ഞോ, എന്നാൽ അവൾ ഇങ്ങനെയാണെന്ന്, അവളെക്കുറിച്ച് രണ്ട് കാര്യം ഇല്ലാത്തതാണെങ്കിലും നുണയാണെങ്കിലും ചീത്ത തെറിവാക്കുകളാണെങ്കിലും പറഞ്ഞാലേ ഒരു സമാധാനമുള്ളൂ. എവിടെ പോയി നിശബ്ദത? നിശബ്ദത പാലിക്കേണ്ടിടത്ത് മറ്റുള്ളവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി തോറ്റു കൊടുക്കുന്നിടത്ത് ദൈവം വിജയിക്കുമെന്ന പരിശുദ്ധ അമ്മ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് പല കുറ്റങ്ങളും പറയുന്നവർ പറയട്ടെ, നീ കുറ്റവാളി അല്ലെങ്കിൽ നീ എന്തിനെ പ്രകോപിതയാകുന്നേ? നിശബ്ദത പാലിക്കുക, സുദീർഘമായ നിശബ്ദത. ഇതെല്ലാം ഒരു തയ്യാറെടുപ്പാണ്, നമ്മുടെയും ഒരു തയ്യാറെടുപ്പാണ്. അത് ദൈവം നമ്മിൽ വസിക്കുന്നു. ആ വസിക്കുന്ന ദൈവത്തെ നമ്മൾ അനുഭവിക്കാനുള്ളൊരു തയ്യാറെടുപ്പാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന നിങ്ങളുടെയും എൻ്റെയൊക്കെ ബാല്യകാലം കഴിഞ്ഞിട്ടുണ്ടാവും, കൊച്ചുമക്കളും ഇനിയുമുണ്ട്. നമ്മുടെ ബാല്യകാലം എന്ന് പറയുമ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിലും നമ്മൾ ശിശുക്കളാണ്. ആ തലത്തിൽ നമ്മുടെ ബാല്യകാലം തീർന്നിട്ടില്ല. അതുകൊണ്ട് വായടക്കേണ്ടിടത്ത് വായടയ്ക്കുക, കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുക. അതിനൊരു പൂട്ടും താക്കോലും ഇട്ട് സൂക്ഷിക്കാനാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തുറക്കേണ്ടിടത്ത് തുറക്കണം, അടയ്ക്കേണ്ടിടത്ത് അടയ്ക്കണം. എന്നാൽ തന്നെ പകുതി മനസ്സമാധാനം ഉണ്ടാകും. ചില അമ്മമാരെ എനിക്കറിയാം, മക്കൾ അത് പറഞ്ഞു ഇത് പറഞ്ഞു, ഭർത്താവ് ഇത് പറഞ്ഞു അത് പറഞ്ഞു, അല്ലെങ്കിൽ ബന്ധുക്കൾ ഇത് പറഞ്ഞു എന്ന് ഓർത്ത് ഇങ്ങനെ പറഞ്ഞ് ഒരുപക്ഷെ ഇവരുടെ അതരത്തിൽ നിന്ന് വീണതിന് പകരമായിരിക്കും കിട്ടുന്നേ. അത് കിട്ടിക്കഴിയുമ്പോഴുണ്ടല്ലോ ഇരിക്കപ്പൊറുതിയില്ല. എന്തോരു സങ്കടമാണ് അവരെക്കുറിച്ച് പറയാൻ, അത് ഇതെന്നൊക്കെ. ചിലപ്പോൾ ശരിയുണ്ട്, ചിലപ്പോഴൊക്കെ അത് ശരിയാണ്, ചിലപ്പോൾ ശരികേട് നമ്മുടെ ഭാഗത്ത് തന്നെയാണ്. അതുകൊണ്ട് സുദീർഘമായൊരു നിശബ്ദത ആത്മാവിൽ സൂക്ഷിക്കാൻ നമുക്ക് ശ്രമിക്കണം. അത് നന്മയാണ്. പിതാവിൻ്റെ തിരുഹിത പൂർത്തീകരണ സമയമായപ്പോൾ അവിടുന്ന് എളിയവളായ നിങ്ങളുടെ ഈ അമ്മയെ തിരഞ്ഞെടുക്കുവാനും കാരണം ഇതാണ്. കണ്ടോ, ഒരു കാരണമൊന്നും ഇല്ലാതെയല്ല അമ്മയെ തിരഞ്ഞെടുത്തത്. പരിശുദ്ധ അമ്മ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു രക്ഷകൻ ലോകത്തിൽ പിറക്കുമെന്നുള്ള പ്രവചനങ്ങൾ മനസ്സിൽ സ്വീകരിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു അമ്മയാണ്, ഒരു മകളാണ് ഞാൻ. എന്നാൽ രക്ഷകന്റെ അമ്മയാകാൻ എന്നെ തിരഞ്ഞെടുക്കുമെന്ന് ചിന്തിക്കാനായിട്ട്, എന്നെയും തിരഞ്ഞെടുക്കാം, എന്നാൽ എൻ്റെ ജീവിതം എന്താണ്, ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാനും അങ്ങനെ ജീവിക്കട്ടെ എന്ന ചിന്തയോടെ ജീവിച്ചു അമ്മ. പക്ഷേ അമ്മ എപ്പോഴും ആഗ്രഹിച്ചു അങ്ങനെ പിറക്കുന്ന രക്ഷകന്റെ ഭവനത്തിൽ ആ രക്ഷകനെ പരിചരിക്കുന്ന ഒരു പരിചാരികയായിട്ടെങ്കിലും എനിക്ക് ജനിക്കണം, എനിക്ക് ജീവിക്കണം. ആ രക്ഷകൻ അമ്മയിലൂടെയാണ് ജനിക്കാനിരിക്കുന്നത്. പിതാവിൻ്റെ ഹിതമാണ്. പിതാവ് അതിനുവേണ്ടി അമ്മയെ ഒരുക്കുകയായിരുന്നു. ആ ഒരുക്കം മുൻകൂട്ടി അമ്മ ആസ്വദിച്ച് അനുഭവിച്ച് ജീവിക്കുകയായിരുന്നു. അതേ മക്കളെ, മനുഷ്യപ്രകൃതി സ്വീകരിക്കുന്നതിന് ജീവന്റെ വചനം പിതാവിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് എൻ്റെ ഉദരത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. ജീവന്റെ വചനം, അനാദിയിലെ പിതാവിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെട്ട വചനം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ആദ്യം അമ്മ സ്വീകരിച്ചപ്പോൾ വിമല ഹൃദയത്തിൽ അത് രൂപപ്പെട്ടു. എന്നാൽ അമ്മയുടെ ഉദരത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. അമ്മയുടെ ഉദരത്തിൽ വചനം പ്രതിഷ്ഠിച്ചു പിതാവായ ദൈവം. അങ്ങനെ പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് അമ്മയുടെ ഉദരത്തിൽ പാകിയ വചന വിത്ത്, ആ വിത്ത് വളർന്നു മനുഷ്യനായിട്ട് രൂപപ്പെട്ടു ലോകത്തിലേക്ക് വന്നു. ആ ലോകത്തിലേക്ക് വന്ന, ഈ ലോകത്തിൻ്റെ ചേറ്റുകണ്ടത്തിൽ ലോകത്തിലേക്ക് വന്ന ദൈവ മനുഷ്യനായ, മനുഷ്യൻ ദൈവമായ ആ ജീവിതത്തെ, യേശു ക്രിസ്തുവിനെ ലോകത്തിൻ്റെ ചേറ്റുകണ്ടത്തിലിട്ടിട്ട്, പാപവും അഴുക്ക് നിറഞ്ഞ ഈ ചേറ്റുകണ്ടത്തിൽ, അഴുക്ക് നിറഞ്ഞ ചെളി നിറഞ്ഞ ഈ ലോകത്തിലിട്ടിട്ട് മനുഷ്യൻ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു. പാപം കൊണ്ട് പീഡിപ്പിച്ചു, ചമ്മട്ടിയടി കൊടുത്ത് പീഡിപ്പിച്ചു, മുൾമുടി ധരിപ്പിച്ച് പീഡിപ്പിച്ചു, പരിഹാസ രാജാവായിട്ട് പീഡിപ്പിച്ചു, കുരിശിൽ തറച്ചു കൊന്ന് പീഡിപ്പിച്ചു. അങ്ങനെ
കുരിശോളം ഉയർത്തപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹം ബലിയായിട്ട്, ആ കുരിശിലെ സ്നേഹമാകുന്ന ബോർമയിൽ വെന്തെടുത്ത അപ്പമായിട്ട്, ദിവ്യകാരുണ്യമായിട്ട് ഇന്നും ലോകത്തിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ജീവന്റെ വചനത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മ പറയാ, ഈ സത്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാമെങ്കിലും അറിവില്ലാത്തവരെ പോലെ ജീവിക്കുന്നതിനാൽ ഈ അമ്മ എല്ലാം ആവർത്തിക്കുകയാണ്. അമ്മയ്ക്ക് മക്കളെ രക്ഷിക്കേണ്ടേ? അതുകൊണ്ട് അമ്മ പറയാ, മക്കളെ ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, ഈ ലോകത്തിൽ നിങ്ങൾ പരിത്യക്തരാകുമ്പോൾ, തള്ളപ്പെടുമ്പോൾ, അവഹേളിക്കപ്പെടുമ്പോൾ, ആരും നിങ്ങളെ മനസ്സിലാക്കാത്തപ്പോൾ, അവഹേളിക്കപ്പെടുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവ തിരുമുൻപിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ ഈ അമ്മയെ ഒന്നോർക്ക്. ലോകം പാപി എന്ന് വിധിച്ച് കാൽവരിയിൽ നാട്ടിയ ഒരു കുരിശിൽ ക്രൂശിക്കപ്പെട്ടവനെ ഓർക്കുക. പരിശുദ്ധ അമ്മയെ ഓർക്കുക, ഈശോയെ ഓർക്കുക, ക്രൂശിതനായ ഈശോയെ ഓർക്കുക. മക്കളെ, എൻ്റെ തിരുക്കുമാരൻ ഇന്ന് എന്നോട് പറയുന്നു. ആരോട്? പരിശുദ്ധ അമ്മയോട് പറയുന്നു, അമ്മേ. ഈശോ അമ്മയെ വിളിക്കുക, അമ്മേ. ഹൃദയങ്ങളെ സത്യത്തിനും നിത്യരക്ഷയ്ക്കും വേണ്ടി രൂപപ്പെടുത്താനാണല്ലോ ഞാൻ അയക്കപ്പെട്ടത്. അമ്മയും മകനും സംസാരിക്കുന്നതാണ്. അമ്മേ, ഓരോ മനുഷ്യ ഹൃദയങ്ങളെയും സത്യത്തിനും നിത്യരക്ഷയ്ക്കും വേണ്ടി, നിത്യമായി രക്ഷപ്പെടണം എല്ലാ മക്കളും, അതിനുവേണ്ടി രൂപപ്പെടുത്താനാണ് ഈശോ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ലോകത്തിലേക്ക് അയക്കപ്പെട്ടത് മനുഷ്യനായിട്ട്. എന്നെ അയച്ചവൻ്റെ ആഗ്രഹം പോലെ അനേക ഹൃദയങ്ങൾക്ക് ഞാൻ രൂപം നൽകി. അനേകർ എന്നെ ഉപദ്രവിച്ചു, വേദനിപ്പിച്ചു. ആ വേദനിപ്പിച്ചവരെയും ഉപദ്രവിച്ചവരെയും നേടാനായിട്ട്, ആ ഹൃദയങ്ങളെ കൂടി നേടേണ്ടതിന് ഞാൻ പരിഹാസിതനായി വേദനകൾ സഹിച്ചു. അമ്മയോട് ഈശോ പറയുന്നതാ, എൻ്റെ രക്തം കൊണ്ട് ഞാൻ അവയെ മിനുസപ്പെടുത്തി. വെറുതെ അല്ല കേട്ടോ, വെറുതെ ഈശോ ക്ഷമിച്ചിരിക്കുകയല്ല ചെയ്തത്. ഓരോ പ്രാവശ്യവും മറ്റുള്ളവർ ഈശോയെ ഉപദ്രവിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും ആത്മാവിൽ നിന്ന് ചിന്തപ്പെടുന്ന ഒരു രക്തമുണ്ട്, രക്തസാക്ഷിത്വമുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഇത്തരത്തിലുള്ള സഹനങ്ങളിലൂടെ നിശബ്ദതയിൽ അത് നമ്മൾ സഹിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ രക്തസാക്ഷിത്വം നടക്കുക ചെയ്യുന്നേ. അങ്ങനെ ഈശോ പറയാ, ഈശോയുടെ രക്തം കൊണ്ട് എല്ലാവരെയും മിനുസപ്പെടുത്തി, എൻ്റെ ജീവൻ അവർക്ക് നൽകി, അവരെ ഞാൻ അമ്മയ്ക്ക് നൽകി. ഞാനിത് പറയുമ്പോൾ ഒന്ന് ഓർക്കണേ, പരിശുദ്ധ അമ്മ ആദ്യം പറഞ്ഞു, പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് വചനം കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. ആ വചനം ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു. ആ അവതരിച്ച വചനത്തെ ലോകം പലതരത്തിൽ ഉപദ്രവിച്ചു. അനേക ഹൃദയങ്ങളെ നിത്യരക്ഷയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തിയെടുക്കാനുള്ള യേശുവിൻ്റെ പരിശ്രമത്തിൻ്റെ സമയത്തും ലോകം കർത്താവിന് കൊടുത്തത് കയ്യടിയൊന്നുമല്ല. ഒരുപാട് പരിഹാസങ്ങളും നിന്ദനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഓരോ ദേശത്തു നിന്ന് ഓടിപ്പോകാൻ പോലും പറഞ്ഞു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈശോ സഹിച്ചിട്ടുണ്ട്. അതൊക്കെ ഈശോ സഹിച്ചത് നമ്മുടെ ഹൃദയങ്ങളെ നിത്യരക്ഷയ്ക്ക് വേണ്ടി രൂപപ്പെടുത്താനാണ്. നമ്മുടെ ഹൃദയങ്ങളെ യേശുവിൻ്റെ രക്തം കൊണ്ട് മിനുസപ്പെടുത്തിയെടുത്തു. എന്നിട്ട് പാടുപീഡകൾ സഹിച്ച് ജീവൻ പിതാവിന് സമർപ്പിച്ചിട്ട് ലോകത്തിലുള്ള ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ ജീവൻ സമൃദ്ധമായിട്ട് നൽകി. അവരെ ഞാൻ അമ്മയ്ക്ക് നൽകി. കുരിശിൻ ചുവട്ടിൽ വെച്ച് ഈശോ അമ്മയ്ക്ക് നമ്മളെ എല്ലാവരെയും നൽകി. അത് യേശു അമ്മയോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ടാണോ ഈ അമ്മയെ തള്ളിപ്പറയുന്നത്? അമ്മ മുട്ടത്തോടാണെന്നോ, അമ്മയ്ക്ക് സ്ഥാനമില്ലെന്നോ? യേശു അംഗീകരിക്കുന്ന, ത്രിയേക ദൈവം അംഗീകരിക്കുന്ന വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മയുടേത്. ഇത്രയും കഠിനമായ സഹന ജീവിതത്തിലൂടെ രക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിച്ച യേശുവിൻ്റെ അമ്മയ്ക്ക് യേശു കൊടുത്ത സ്ഥാനത്തെ നിഷേധിക്കാൻ ഹേ മനുഷ്യ, നിനക്ക് എങ്ങനെ സാധിക്കും? നിന്റെ വിശ്വാസം കപടതയാണ്. നിന്റെ വിശ്വാസത്തിൻ്റെ വ്യതിചലിക്കപ്പെട്ട വീതിയിൽ നിന്ന് തിരിഞ്ഞു നടക്കുക. നിന്നെ നീയായി രൂപപ്പെടുത്തിയ അവിശ്വാസത്തിൻ്റെ മേഖലയിൽ നിന്നെ രൂപപ്പെടുത്തിയ
ആ അവിശ്വാസമൊക്കെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള പലരും തിരിച്ചു നടന്നുകൊണ്ടിരിക്കുക. ഒരു വിഭാഗത്തെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അമ്മയെ നിഷേധിക്കരുത്. ദൈവത്തിൻ്റെ വചനം മനുഷ്യനായി അവതരിക്കാൻ പിതാവായ ദൈവം കന്യകാ മറിയത്തെ തിരഞ്ഞെടുത്തുവെങ്കിൽ, ആ കന്യക യേശുവിൻ്റെ അമ്മയാണെങ്കിൽ, യേശുവിൻ്റെ അമ്മയ്ക്ക് ലോകത്തെ കുരിശിൻ ചുവട്ടിൽ വെച്ച് യേശു ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ, ഞാനും നിങ്ങളും മരിച്ചങ്ങ് ചെല്ലുമ്പോൾ യേശു ചോദിക്കുക, എൻ്റെ അമ്മ എവിടെ? നിന്നെ ആത്മീയമായി പോഷിപ്പിച്ച് നിനക്ക് വേണ്ടതെല്ലാം നൽകാൻ ഞാനൊരു അമ്മയെ ഏൽപ്പിച്ചിരുന്നു. ആ അമ്മ എവിടെ? അമ്മയില്ലാതെ നിനക്ക് അവിടെ എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ദൈവപൈതലേ, പരിശുദ്ധ അമ്മയോടുള്ള വണക്കം യേശുവിനോടുള്ള ആരാധനയല്ല, ആരാധനയ്ക്ക് തടസ്സമല്ല. പരിശുദ്ധ അമ്മയെ വണങ്ങുമ്പോൾ നമ്മൾ യേശുവിനെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. ഈശോ പറഞ്ഞു, ഞാൻ അവരെ അമ്മയ്ക്ക് നൽകി, പിതാവിൻ്റെ തിരുഹിതം നിറവേറ്റി. എന്നാൽ എൻ്റെ അമ്മയോട് ഈശോ പറയുക, എൻ്റെ അമ്മയുടെ കണ്ണുനീർ വറ്റുന്നില്ലല്ലോ. കരയുന്ന അമ്മയെ നോക്കി പുത്രൻ അമ്മയോട് ചോദിക്കുക, എന്താ അമ്മയുടെ കണ്ണുനീർ വറ്റാത്തത്? എൻ്റെ ജീവിതം കൊണ്ട് സ്വർഗം ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ ചെയ്തു, എൻ്റെ ജീവൻ പോലും കൊടുത്തു, എൻ്റെ രക്തം കൊണ്ട് ഹൃദയങ്ങളെ മിനുസപ്പെടുത്തിയെടുത്തു, പാടുപീടുകളെല്ലാം സ്വീകരിച്ചു. അവരെയൊക്കെ അമ്മയ്ക്ക് ഭരമേൽപ്പിച്ചിട്ട് എൻ്റെ ജീവിത ബലി ഞാൻ പൂർത്തിയാക്കി. അമ്മയ്ക്ക് ഭരമേൽപ്പിച്ചപ്പോഴാണ് കർത്താവിൻ്റെ ബലി പൂർത്തിയായത്. യോഹന്നാനെ വിളിച്ച് അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അതിനുശേഷമാണ് എല്ലാം പൂർത്തിയായെന്ന് ഈശോ പറയുന്നത്. ഇതൊക്കെ ചെയ്തിട്ട് അമ്മയുടെ കണ്ണുനീർ വറ്റുന്നില്ലെന്ന് ദൈവം തന്നെയായ യേശു ക്രിസ്തു കന്യകാമറിയത്തോട് ചോദിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ആ കണ്ണുനീരിന് കാരണക്കാർ ഞാനും നിങ്ങളുമാണ്. ഓടയിൽ നിന്ന് മക്കളെ കോരിയെടുത്ത് അമ്മ വിമല ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. പാപശരങ്ങളേറ്റ് അമ്മയുടെ ഹൃദയം വിണ്ടുകീറിയിരിക്കുന്ന അമ്മയെ ഈശോ കാണുന്നത് ഇങ്ങനെയായിപ്പോ. അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഞാനിത് പറയുമ്പോൾ നിങ്ങളൊന്ന് അങ്ങനെയുള്ള ഒരു കന്യകാ മറിയത്തെ, യേശുവിൻ്റെ അമ്മയെ, നമ്മുടെ പ്രിയപ്പെട്ട അമ്മ മാതാവിനെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. കണ്ണുനീർ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ കന്യകാ മറിയം കുഞ്ഞ് നിന്റെ മുൻപിൽ വന്ന് ഇപ്പോൾ നിൽപ്പുണ്ട്. നീ വീണ് കിടക്കുന്ന നിന്റെ കഷ്ടതയുടെയും പാപത്തിൻ്റെയും ഓടയുണ്ടല്ലോ, ഓട എന്ന് ഉദ്ദേശിക്കുമ്പോൾ ചെളി ഒഴുകിപ്പോകുന്ന ചാലുകള്, കൊച്ചു ഡിച്ചുകള്, ചെളിക്കുഴികള്, അവിടെ നിന്ന് നിന്നെ കോരിയെടുത്തിട്ട് നീ ഏതവസ്ഥയിലായിക്കോട്ടെ, കണ്ണുനീരൊഴുക്കി നിന്നെ നോക്കി നിന്റെ പാപത്തെ കണ്ട് കണ്ണുനീരൊഴുക്കിയിരിക്കുന്ന അമ്മ നിന്നെ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കോരിയെടുത്ത് നിർമ്മലതയുള്ള പവിത്രമായ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. പാപത്തിൻ്റെ ശരം നിന്നിൽ നിന്ന് അമ്മയുടെ ഹൃദയത്തിലേക്ക് ഏറ്റിട്ട് അമ്മയുടെ ഹൃദയം വിണ്ടുകീറുന്നു. കർത്താവ് കാണുന്ന അമ്മ മാതാവിനെയാണ് കേട്ടോ ഞാൻ ഈ അവതരിപ്പിക്കുന്നത്, അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത്. അതാണ് ഇപ്പോൾ കുഞ്ഞെ നീ കാണേണ്ടത്. രക്തക്കണ്ണുനീരൊഴുക്കി മുഖം വികൃതമായിരിക്കുന്നു. ആരെ പ്രതി? എന്നെ പ്രതി, നിന്നെ പ്രതി, ലോകത്തെ പ്രതി. അമ്മ രക്തക്കണ്ണുനീരൊഴുക്കി അമ്മയുടെ മുഖം വികൃതമായിരിക്കുന്നു. എന്നിട്ട് ഈശോ പറയാ, ഈ സ്ഥിതിയിൽ അമ്മയെ കാണാൻ സാധിക്കാതെയായിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവപൈതലേ, ഞാൻ ഈ പറഞ്ഞതുപോലെ, ഈശോ പറഞ്ഞതുപോലെ അമ്മയെ നീ കാണുന്നുണ്ടോ? നിനക്ക് ജന്മം നൽകിയ അമ്മയെ നീ കാണുന്നുണ്ടോ? കുരിശിൻ ചുവട്ടിൽ വെച്ച് നിന്നെ രക്ഷപ്പെടുത്താനായിട്ട് ഹൃദയം തുറന്നെല്ലാം സ്വീകരിച്ച അമ്മയെ നീ കാണുന്നുണ്ടോ? രക്തക്കണ്ണുനീരൊഴുക്കി നിന്റെ പാപാവസ്ഥയെ ഓർത്ത്, ലോകത്തെ ഓർത്ത്, സഭയെ ഓർത്ത് കണ്ണുനീരൊഴുക്കി നിന്റെ മുൻപിൽ നിന്റെ അമ്മ വന്നു നിൽക്കുക. ഈശോ പറയുന്നു, ആ അമ്മയുടെ കണ്ണുനീർ കുഞ്ഞെ നിനക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി മുഖം വികൃതമായി പറ്റാത്തൊരു ചാല് പോലെ അമ്മയുടെ കണ്ണിൽ നിന്ന് ഈ ലോകത്തെ നോക്കി കണ്ണുനീർ വന്നുകൊണ്ടേയിരിക്കുന്നു. എങ്കിലും ആ അമ്മ ആ സങ്കടമൊക്കെ ഉള്ളിൽ ഒതുക്കിയിട്ട് നമ്മളെ കോരിയെടുത്തിരിക്കുക. ഈ അവസ്ഥയിൽ അമ്മയെ കാണാൻ, അമ്മയുടെ മുഖത്ത് നോക്കാൻ ഈശോയ്ക്ക് സങ്കട. എന്നിട്ട് അമ്മയോട് ഈശോ ചോദിക്കുന്നു,
എൻ്റെ പിതാവിൻ്റെ കരുണയും ദയയും ഈ ലോകമക്കൾ അളക്കുകയാണോ അമ്മേ? ചലഞ്ച് ചെയ്യാണോ? അമ്മയോട് ഈശോ ചോദിക്കുന്നു, അമ്മേ, ഇത്രയൊക്കെ അമ്മ കരഞ്ഞിട്ട് മക്കൾ പിതാവിൻ്റെ കരുണയെയും ദയയെയും അളക്കുകയാണോ? ആ ചോദ്യം അവിടെ നിലനിൽക്കെ അമ്മ നമ്മളോട് പറയുന്നു, എൻ്റെ പ്രിയ മക്കളെ, ഈ ചോദ്യത്തോട് പ്രത്യുത്തരിക്കാൻ എനിക്ക് നിങ്ങളുടെ സഹായം ലഭിച്ചേ മതിയാകൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോ വ്യക്തിയും ഇപ്പോൾ ചിന്തിക്കണേ, എൻ്റെ അമ്മ, പരിശുദ്ധ അമ്മ, യേശുവിൻ്റെ അമ്മ എൻ്റെ മുൻപിൽ വന്നു നിന്നിട്ട് എന്നെ കോരിയെടുത്തിട്ട് കണ്ണുനീരൊഴിക്കുമ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, ഈ കുഞ്ഞിനെ ഉൾക്കൊള്ളുന്ന ലോകം പിതാവിൻ്റെ കരുണയെയും ദയയെയും അളക്കുകയാണോ? അത് വടക്കും പടിഞ്ഞാറും അത്ര അകലത്തിൽ വിസ്തൃതമാണെന്ന് കരുതിയിട്ട് നാളെ എന്ന് മാറ്റിവെച്ച് ജീവിതത്തിൽ മാനസാന്തരപ്പെടാതെ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയെ ദയയെ അളക്കുകയാണോ? അമ്മയുടെ കണ്ണുനീർ കാണാതെ പോവുകയാണോ? യേശുവിൻ്റെ പീഡാസഹനത്തിന് വില കൽപ്പിക്കാതെ ജീവിക്കുകയാണോ? ഈ ചോദ്യത്തിനൊക്കെ നമ്മുടെ അമ്മയ്ക്ക് ഉത്തരം കൊടുക്കണം ഈശോയോട്. അമ്മ പറയാ, ആ യേശുവിൻ്റെ ചോദ്യത്തിനോട് പ്രത്യുത്തരിക്കണം എനിക്ക്. അതിന് നിന്റെ സഹായം, കുഞ്ഞെ, നിന്റെ സഹായം എനിക്ക് ലഭിച്ചേ മതിയാകൂ. ഈ അമ്മയെ നിങ്ങൾ സഹായിക്കണം പ്ലീസ്. അമ്മ പറയാ, പ്ലീസ് എന്നെ സഹായിക്ക്. നിങ്ങളുടെ ജീവിതം രൂപപ്പെടുത്തിയെടുക്കാൻ ഈ അമ്മയെ അനുവദിക്കുക, അത് മാത്രം മതി. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് വെച്ചു കൊടുക്കുക. അവിടെ യേശുവിൻ്റെ ചൂടേറ്റ്, യേശുവിൻ്റെ സ്നേഹം സ്വീകരിച്ച് നമുക്ക് വളരാൻ പറ്റും. ആ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ ദൈവസ്നേഹത്തിൽ നമ്മൾ നിറയും. ദൈവസ്നേഹത്തിൽ നിറഞ്ഞ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പിന് പോലും ദൈവസ്തുതിയുടെ താളമുണ്ടായിരിക്കുമെന്നാണ് പരിശുദ്ധ അമ്മ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഓർക്കുക, നീ ദൈവസ്നേഹത്തിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഈ ഹൃദയം ഉണ്ടല്ലോ, ഈ ഹൃദയത്തിൻ്റെ തുടിപ്പിന് ദൈവസ്തുതിയുടെ താളമുണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും ദൈവിക നന്മയെ പ്രതി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവമേ നന്ദി. കണ്ണീരാണോ? ദൈവമേ നന്ദി. കഷ്ടമാണോ? ദൈവമേ നന്ദി. രോഗമാണോ? ദൈവമേ നന്ദി. സന്തോഷമാണോ? ദൈവമേ നന്ദി. പ്രാർത്ഥിക്കാൻ ഒരു സമയം കിട്ടിയോ? ദൈവമേ നന്ദി. മറ്റുള്ളവരൊന്ന് കുറ്റപ്പെടുത്തിയോ? ദൈവമേ നന്ദി. എല്ലാത്തിനും നീ ജീവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കും. ആ ഹൃദയത്തിന് ദൈവസ്തുതിയുടെ താളമുണ്ടായിരിക്കും. എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക. അപ്പസ്തോലന്മാരിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചത് അതല്ലേ? എന്നിട്ട് അമ്മ പറയാ, നിന്റെ ജീവിതം രൂപപ്പെടുത്തിയെടുക്കുക. എങ്ങനെയൊക്കെ രൂപപ്പെടുത്തിയെടുക്കാൻ അമ്മയെ അനുവദിക്കൂ. നിരന്തരമായ പ്രാർത്ഥന, നിരന്തരമായ സ്തുതി, നിരന്തരമായ പ്രാർത്ഥനയാണ്. പ്രായശ്ചിത്ത പ്രവൃത്തികളിൽ തീക്ഷ്ണത. ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ, ഇഷ്ടമുള്ളതൊന്ന് ഉപേക്ഷിക്കാൻ, ഇഷ്ടമുള്ള സമയം ഒരു വ്യക്തിയുടെ കൂടെ ഇരുന്ന് അല്പം ആശ്വാസം കിട്ടും എന്ന് ചിന്തിക്കുമ്പോൾ ആ ദൈവത്തോട് കൂടെയായിരുന്നു, ഏറ്റവും ഇഷ്ടമുള്ള ഈശോയുടെ കൂടെ ആയിരിക്കാനുള്ള തീക്ഷ്ണത. ഒരാൾക്കെതിരെ കുറ്റം പറയണമെന്ന് തോന്നുമ്പോൾ, കുറ്റം ഉണ്ടെങ്കിൽ പോലും ആരെയും വിധിക്കാൻ നമ്മൾ ആരുമല്ലോ, മൗനമായിരിക്കുക. അതൊക്കെ വലിയ പ്രായശ്ചിത്ത പ്രവൃത്തിയാ. ഇത്രയും നാളും നടന്ന വഴികളല്ല, എത്തേണ്ട ഇടത്തെക്കുറിച്ചുള്ള ദൈവീകമായ നേരിൻ്റെ കാഴ്ചപ്പാടുകളാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി ജീവിപ്പിക്കേണ്ടത്. നീ ഇതുവരെ നടന്നു വന്ന വഴികളല്ല, നീ എത്തേണ്ട ഒരു ഇടമുണ്ട്. ആ ഇടം സ്വർഗമാണ്. നീ ഇപ്പോൾ തന്നെ നടന്നെടുക്കേണ്ട ഒരിടമുണ്ട്, അത് യേശുവിലേക്കുള്ള വഴിയാണ്. ആ വഴിയിലേക്കുള്ള നേരിൻ്റെയും നെറിവിൻ്റെയും ചുവടുവെപ്പുകൾ, അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് നിന്നെ ഒരു ക്രിസ്ത്യാനിയാക്കി മാറ്റേണ്ടത്. സമൂഹത്തിൻ്റെ കൂടെ നടക്കുമ്പോഴും വേറിട്ടൊരു ജീവിതത്തിൻ്റെ കാൽപ്പാടുകൾ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ട് വേണം എനിക്ക് നിങ്ങൾക്കും പോകാനായിട്ട്. നമ്മളെ ഓർക്കുമ്പോൾ, നമ്മൾ നടന്ന വഴികളെ ഓർക്കുമ്പോൾ, നമ്മൾ സംസാരിച്ച രീതികളെ ഓർക്കുമ്പോൾ, നമ്മൾ പറഞ്ഞ വാക്കുകളെ ഓർക്കുമ്പോൾ
ഈ വരും തലമുറയ്ക്ക്, ഇന്നത്തെ ലോകത്തിന് ശേഷിപ്പിച്ചു കൊടുക്കേണ്ടത് നേരിൻ്റെയും ദയയുടെയും കരുണയുടെയും സ്വർഗത്തിൻ്റെയും നിത്യരക്ഷയുടെയും വഴികളെക്കുറിച്ചുള്ള ഓർമ്മയായി ആകണം. അങ്ങനെ ജീവിക്കുന്നവരെ ഓർത്ത് നന്ദി പറയുക, അങ്ങനെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. പ്രായശ്ചിത്ത പ്രവൃത്തികളിൽ തീക്ഷ്ണത, പക്വതയോടും വിശുദ്ധിയോടും കൂടിയുള്ള കൂദാശ ജീവിതം, പക്വതയോടുകൂടിയുള്ള കൂദാശ ജീവിതം, പക്വമതികളായിട്ട്. അങ്ങനെ പറയുമ്പോൾ എന്താ? ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കൂദാശയൊക്കെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അനുവർത്തനങ്ങൾ അനുഷ്ഠാനങ്ങളായിട്ട് പോകാതെ പക്വമതികൾ. പക്വതയില്ലാത്തവരെന്നൊക്കെ ചിലരെ നോക്കി നമ്മൾ പറയില്ലേ, ഒന്നിനോടും വലിയ സീരിയസ്നെസ് ഇല്ല, ഒന്നിനോടും. എന്നാൽ പരിശുദ്ധ അമ്മ പറയുന്നു, പക്വമതിയായിട്ട് വിശുദ്ധിയിൽ പോലും പക്വത പാലിച്ചുകൊണ്ട്. അതെങ്ങനെയാ വിശുദ്ധിയിൽ പക്വത പാലിക്കുന്നേ? നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വ്യക്തി പാപത്തിന് നമ്മളെ നിർബന്ധിക്കുമ്പോൾ ആ ചെയ്യുന്ന പ്രവൃത്തി പാപമാണെന്ന് നമുക്കറിയാം. ആ വ്യക്തിയോടുള്ള സ്നേഹത്തെ പ്രതി പാപത്തിൻ്റെ മുൻപിൽ ശിരസ് നമിക്കാതെ ആ പാപത്തെ സാഹചര്യത്തോടെ ആ വ്യക്തിയെ തന്നെ അകറ്റേണ്ടി വന്നാലും അതിനെ അകറ്റിക്കൊണ്ട് ജീവിക്കുന്നതാണ് വിശുദ്ധി. പക്വതയോടെയുള്ള വിശുദ്ധി. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രവിക്കുന്ന നിങ്ങളും ഞാനും ഒക്കെ ഒരുപക്ഷെ അങ്ങനെ വിശുദ്ധിയിൽ പക്വത പ്രാപിക്കാതെ ജീവിച്ചു പോയിട്ടുണ്ടാകാം. ഉണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഇപ്പോഴത്തെ ഈ ആർജവത്വം ഉണ്ടല്ലോ, ആർജവത്വത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് പ്രായശ്ചിത്തങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുക. നമ്മൾക്ക് എല്ലാവർക്കും വിശുദ്ധരാകാനായിട്ട് പറ്റും, ഉറപ്പാണ്. ആ പരിശുദ്ധ അമ്മ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിക്കും, ഉറപ്പാണ്. വീണെടുത്ത് കിടക്കാതെ എഴുന്നേൽക്കാം, നമുക്ക് എഴുന്നേറ്റ് ജീവിക്കാം. പക്വതയോടുകൂടിയുള്ള കൂദാശ ജീവിതം, വചനത്താൽ നയിക്കപ്പെടുന്ന ജീവിതം, ഇവ നിങ്ങൾ സ്വീകരിക്കൂ. അഹങ്കാരം വെടിയുക, എളിമയിൽ വളരുക, ദുരിതത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കും. ഇങ്ങനെയൊക്കെ ചെയ്താൽ പല ദുരിതങ്ങളും നമ്മളെ വിട്ട് അകന്നു ഓടിപ്പോകും. ഞാൻ ഗൗരവമായി പറയുന്നു, ഈ തലമുറ അടയാളങ്ങൾ ഗ്രഹിക്കുന്നതിൽ മന്ദഗതിക്കാരും വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവരുമാണ്. വിശ്വാസരാഹിത്യം പിടികൂടി അത് നിങ്ങളുടെ നാശത്തിന് കാരണമാകുന്നു. അമ്മ പറയാണ്, പല അടയാളങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്, പല അടയാളങ്ങളും. അതൊന്നും ഗ്രഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. കണ്ടു, കേട്ടു, അങ്ങനെ അങ്ങ് പോയി. വിശ്വാസം ഉറപ്പിക്കാൻ അടയാളങ്ങൾ നമ്മളെ സഹായിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ അതിന് സന്നദ്ധരായിട്ടില്ലെങ്കിൽ, വിശ്വാസരാഹിത്യം പിടികൂടി അത് നിങ്ങളുടെ നാശത്തിന് കാരണമാകും. കൺഫ്യൂഷൻ, വിശ്വാസത്തിൻ്റെ മേഖലയിൽ പോലും കൺഫ്യൂഷൻ. കാരണം എന്താ? ഉറപ്പിക്കപ്പെടുന്ന വിശ്വാസമില്ല. മാനുഷികമായ ഉറപ്പും പ്രോത്സാഹനവും ആരിൽ നിന്നും പ്രതീക്ഷിക്കരുത്. ലോകസമ്പത്തിൽ ഉടക്കിക്കിടക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമകളെ, ഇത് തിരിച്ചറിവിൻ്റെ കാലഘട്ടമാണെന്നറിയുക. പരസഹായത്തിലൂടെ സ്വർഗത്തിലേക്കുള്ള വഴി തെളിക്കൂ. അഹങ്കാരം കൊണ്ട് മനസ്സിനെ ഇരുട്ടറയിലേക്കും താഴ്ത്തപ്പെടാൻ തയ്യാറാകാതെ ഹൃദയത്തെ കാഠിന്യത്തിൻ്റെ അഗാധതയിലേക്കും താഴ്ത്തുന്ന മക്കളെ, സാത്താൻ്റെ കരങ്ങൾക്ക് നിങ്ങൾ ശക്തി പകരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എളിമപ്പെടുക, സാത്താൻ്റെ കരം താഴ്ന്നുകൊണ്ടിരിക്കും. ന്യായവിധിക്ക് അണയേണ്ടവരാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കുക. അവിടെ സത്യം വിജയിക്കുക തന്നെ ചെയ്യും. സത്യം വിജയിക്കണമെങ്കിൽ എളിമപ്പെട്ട് ദൈവ തിരുമനസ്സിനോട് അനുരൂപപ്പെട്ട് നമ്മൾ ജീവിക്കണം. അതിനായിട്ട് നമുക്ക് ശ്രമിക്കാം. എളിമയുള്ളിടത്തെ, അതായത് താണനിലത്തെ നീരോടൂ എന്ന് പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടില്ലേ? എളിമപ്പെടുക. എളിമ പരിപൂർണതയുടെ അടിസ്ഥാന ശിലയാണെന്ന് വരും സന്ദേശങ്ങളിൽ അമ്മ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു എളിമയുടെ പര്യായമായിരുന്നു. ആവേ മരിയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്.